ജെയ്സൺ ഉണ്ട്. ജെയ്സൺ ഇപ്പോൾ ഒരു വീട് തകർന്നിടത്താണ്, തെങ്ങ് വീണാണ് വീട് തകർന്നത് എന്ന് തോന്നുന്നു. ജെയ്സൺ ഉണ്ട് അവിടെ. ജെയ്സൺ, തൃശ്ശൂരിലും ഇപ്പോഴും മഴ തുടരുകയാണോ ജെയ്സൺ? അരുൺകുമാർ, തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായി മഴ തുടരുക തന്നെയാണ്. പ്രധാനമായും തീരദേശ മേഖലയും അതുപോലെ തന്നെ വനപ്രദേശങ്ങളെല്ലാം തന്നെ ശക്തമായ മഴയാണ്. അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് ചെറിയ തോതിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴ നിർത്താതെ പെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ കാറ്റും ചിലയിടങ്ങളിൽ വീശുന്നുണ്ട്. ഇത്തരത്തിൽ കാറ്റ് വീശിയതിനെ തുടർന്നാണ് എരുമപ്പെട്ടിയിൽ വീടിൻ്റെ പുറകുവശത്തേക്ക് ഒരു വലിയ മരം വീഴുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അതിൻ്റെ ടാർപ്പാളി ഷീറ്റുകൾ മുഴുവൻ തകർന്നു പോയി. അതോടൊപ്പം തന്നെ വീട്ടുപകരണങ്ങൾ വീടിന് പുറകിലുണ്ടായിരുന്നു. അതും വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളൊക്കെയും കേടുവന്നിട്ടുണ്ട്. വീടിനകത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് പറയാം. ശക്തമായ കാറ്റ് പല സ്ഥലങ്ങളിലും ഇടവിട്ട് വീശുന്നുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത മഴ പെയ്യുകയാണ്. തീരദേശങ്ങളിലും ശക്തമായ മഴയുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് ഗതാഗത കുരുക്കും അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളും ശക്തമായി രൂപപ്പെടുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, ജെയ്സൺ ചമ്പോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കൂ, ആ മരം കടപുഴകി വീണിരിക്കുന്നു. തെങ്ങാണ് കടപുഴകി മുകളിലേക്ക് വീണത്. അപ്പോൾ ഇവിടെ വരെ വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ, മരങ്ങൾ ഇവയൊക്കെ വെട്ടിമാറ്റുക.